ഹായ് ഹലോ. അപ്പോൾ നാളെയാണ് 9th ബയോളജി എക്സാം. അപ്പോൾ എൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എൻ്റെ എല്ലാ കോൺസെപ്റ്റും കുറച്ച് നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലീഷിന് ലീവ് കിട്ടിയ ദിവസങ്ങളിൽ ബയോളജിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ബയോളജി കുറച്ചധികം തന്നെ പഠിച്ചു കഴിഞ്ഞിരുന്നു. സോ നമ്മളൊന്നും കൂടി എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് ടെസ്റ്റൊക്കെ വായിച്ച് എല്ലാം ഒന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് ഡൗട്ടുള്ള ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്താണ്. അതിൽ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് ഇത്തിരി ഡൗട്ടുണ്ട്, അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മളെ എക്സാമിൻ്റെ മുന്നേ നമുക്ക് ഡൗട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഏറ്റവും പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ന്യൂസ് പ്രിൻറ്റ് പേപ്പേഴ്സിൽ എഴുതി വയ്ക്കുന്നതാണ്. അപ്പോൾ ന്യൂസ് പ്രിൻറ്റ് പേപ്പേഴ്സിൽ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ന്യൂസ് പ്രിൻറ്റ് പേപ്പേഴ്സിന് റേറ്റ് വരുന്നത് ഏകദേശം 30 രൂപീസൊക്കെയാണ് ഹാഫ് kgക്ക് റേറ്റ് വരുന്നത്. ന്യൂസ് പ്രിൻറ്റ് പേപ്പേഴ്സിന് അധികം റേറ്റ് ഒന്നുമില്ല, നമ്മൾ സ്റ്റേഷനറി ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ടിപ്സാണ്. ബയോളജി നമുക്ക് എങ്ങനെ എഫക്റ്റീവായി പഠിക്കാം എന്നുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ്, സ്റ്റഡി ദ കോൺസെപ്റ്റ്സ്. അതായത് നമുക്ക് കോൺസെപ്റ്റ് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് അത് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കൂ. നമ്മുടെ 9th ബയോളജിയിൽ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു അടിപൊളി സംഭവമാണ്. ബിക്കോസ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നത് അത് അത്രയും തറോറായിട്ട് നമ്മൾ ക്ലിയർ ആക്കണം, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലെ എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ പേപ്പർ ഉണ്ടാക്കുക. അതായത് എക്സാമിൻ്റെ മുന്നേ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്തിട്ട് എക്സാം ഹാളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നതിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളും അത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് റിവ്യൂകൾ പറയുക എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അത്യാവശ്യം നല്ല കടുകട്ടിയായിട്ടുള്ള നെയിംസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ നെയിംസ് എല്ലാം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആ ഒരു ബയോളജിയുടെ കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആവാനും നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടാനും ഇത് നമ്മളെ സഹായിക്കും, ഇങ്ങനെ നെയിംസ് പഠിച്ചു കഴിഞ്ഞാൽ. ഇനി അടുത്ത ടിപ്പ്, ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത്, ഡ്രോ ദ ഡയഗ്രാംസ്. അതായത് നമുക്ക് ഡയഗ്രാംസ് ഡ്രോ ചെയ്ത് പഠിച്ചാൽ നമുക്ക് സ്പെഷ്യൽ കോൺഫിഡൻസും അതേപോലെ നമുക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു തോന്നലും കിട്ടും. ഞാൻ പണ്ട് മുതലേ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഈ ഡയഗ്രാംസ് വരച്ചു പഠിക്കുക. ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ യൂട്യൂബ് ക്ലാസ്സസ് റെഫർ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ റെഫർ ചെയ്യുന്നത് ബയോളജിക്ക് എക്സാമിനറിൻ്റെ ക്ലാസ്സസ് ആണ്. പക്ഷേ മെഗാ മാരത്തോണ് സൈലത്തിൻ്റെയും അതേപോലെ കോൺസെപ്റ്റ് ക്ലിയറൻസിന് എക്സാമിനറിൻ്റെയും നമ്മൾ സെലക്ട് ചെയ്യാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ക്രിസ്മസ് എക്സാമിന് അങ്ങനെ പഠിച്ചു പോയിട്ട് 34 മാർക്സ് ആയിരുന്നു ബയോളജിയിൽ. ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അപ്പോൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കോഡ്സ് യൂസ് ചെയ്തിട്ട് വേണം ബയോളജി പഠിക്കാൻ. അങ്ങനെ കോഡ്സ് യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ബയോളജി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആവും. അപ്പോൾ നമ്മൾ കോഡ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ബയോളജിയിൽ ഉറപ്പായിട്ടും A+ കിട്ടും. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വരുത്തിയ മിസ്റ്റേക്സ് ആരും ഇപ്രാവശ്യം വരുത്താതിരിക്കാൻ നോക്കുക. അതിന് ആൻസർ പേപ്പർ എടുത്ത് നോക്കുക. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എക്സാമിൻ്റെ റിവ്യൂ ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.